നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. അഖിൽ മാരാർ, നമ്മൾ ഈ പേര് കേൾക്കുന്ന യഥാർത്ഥത്തിൽ ബിഗ് ബോസിലൂടെയാണ് ഒരു 90% ആൾക്കാരും പേര് കേൾക്കുന്നത്. അതിന് മുമ്പേ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമാ പ്രേമിയാണ്. പല ഷോകളിലും, അതായത് TV-യുടെ പല രീതിയിലുള്ള ഷോകളിലും ഡിബേറ്റ്സിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. ഒരു താത്വിക അവലോകനം എന്ന് പറഞ്ഞ ജോജു നായകനാകുന്ന സിനിമ സംവിധാനം ചെയ്തതാണ് അഖിൽ മാരാർ. ബിഗ് ബോസിലൂടെ അദ്ദേഹം താരമായി, യഥാർത്ഥത്തിൽ താരമായി. ഒരു ജാടയും വിലയൊന്നും പുറത്ത് കാണിക്കാത്ത അദ്ദേഹം ഇന്ന് ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിന് അദ്ദേഹം മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ രണ്ട് രീതിയിൽ അദ്ദേഹം ഒന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു കമ്പാരിസൺ തന്നെയാണ്, വേറെ ഒന്നുമല്ല. രണ്ടുപേരും മഹാനടന്മാരാണ്. അത് പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞിരിക്കേണ്ട, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ രണ്ടുപേരും മഹാനടന്മാരാണെന്ന് പറയേണ്ട ആവശ്യതയില്ല. എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി സാധാരണ ഓഡിയനായിട്ട് കരുതിയാൽ മതി. കുറച്ചൊക്കെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു മിതത്വം പാലിച്ച അഭിപ്രായം പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അഖിൽ മാരാർ. അഖിൽ മാരാർ പറഞ്ഞ ഒരു കാര്യം, മമ്മൂട്ടി ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അത് നമുക്കറിയാവുന്ന കാര്യം. അദ്ദേഹം വേറെ രീതിയിൽ പറഞ്ഞ് ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അദ്ദേഹം ഓരോ ദിവസവും പുത്തൻ ആശയങ്ങളും ഇപ്പം എല്ലാ രീതിയിലും, ഇപ്പം നമ്മൾ സിനിമയെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹം അപ്ഡേറ്റഡ് ആകുന്നത്, ഫോണിനെക്കുറിച്ച് മാത്രമല്ല, ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും അപ്ഡേറ്റഡ് ആയതുകൊണ്ട്, എല്ലാ ടെക്നോളജി അപ്ഡേറ്റഡ് ആയതുകൊണ്ട്, പുത്തനായിട്ട് വരുന്ന എല്ലാ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല വിവരമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സിനിമാ സെലക്ഷനിൽ അതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതാണ് പ്രതിഫലിക്കുന്നത്. അന്നേരം അദ്ദേഹം നല്ല സിനിമകൾ ചൂസ് ചെയ്യാൻ കാത്തിരിക്കുന്നൊരു രീതിയാണ് ഇപ്പം കാണുന്നത്. അതുകൊണ്ട് ഒരു രക്ഷയില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ എന്നുള്ള രീതിയിലാണ് അഖിൽ മാരാർ സംസാരിച്ചത്. അദ്ദേഹം വേറൊരു താല്പര്യം പ്രകടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, മമ്മൂട്ടിയോടൊത്ത് സിനിമ ചെയ്യുന്നവൻ ആഗ്രഹമുണ്ടെന്ന് വെച്ചപ്പോൾ ഉറപ്പായിട്ടും താല്പര്യമുണ്ട്. അതിനൊരു കഥ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കഥ എങ്ങാണ്ട് അദ്ദേഹത്തിനോട് ചെന്നപ്പം അത് റിജക്ഷനോ എങ്ങാണ്ടായി. ഇനിയും വീണ്ടും ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയും ചെയ്തു. അന്നേരം അതൊരു എല്ലാവർക്കും ഒരാഗ്രഹിക്കുന്ന കാര്യമാണ്. കാരണം ഒരു താരത്തിനടുത്ത്, മമ്മൂട്ടിയുടെ അടുത്തോ മോഹൻലാലിൻ്റെ അടുത്തോ ഒരു തിരക്കഥ എഴുതി കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒരാൾ, ഞാൻ പറഞ്ഞ സാധാരണപ്പെട്ട സിനിമയായിട്ട് ബന്ധപ്പെടാത്ത ഒരാൾക്ക് അവരിലേക്ക് എത്താൻ ദൂരം കുറയുന്നത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് തിരക്കഥാകൃത്തുക്കളും ഒരുപാട് സംവിധായകരും ഉണ്ടാകും, സംശയം വേണ്ട. തിരക്കഥാകൃത്തുകൾ എന്തായാലും ഉണ്ടാകും, കഥ ഇഷ്ടംപോലെ പേരുണ്ട്. പക്ഷേ അവരിലേക്ക് എത്താൻ ഒരുപാട് പാടുന്നുണ്ട്. പക്ഷേ മമ്മൂട്ടിയിലേക്ക് റീച്ച് ചെയ്യാൻ ഒരുപാട് പാടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. മോഹൻലാലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, മോഹൻലാൽ ഗംഭീരമായ സിനിമയാണ് മലൈക്കോട്ടെ പാലുമിൽ. അദ്ദേഹം ഗംഭീരമായി അദ്ദേഹം എഫേർട്ട് എടുത്തു, പക്ഷേ അത് റിഫ്ലക്റ്റ് ചെയ്തില്ല, അതും പ്രതിഫലിച്ചില്ല, സിനിമയിൽ അത് പ്രതിഫലിച്ചില്ല. അത് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും തമ്മിലുള്ള പ്രധാന പ്രത്യേകത അപ്ഡേഷൻ തന്നെയാണ് എന്നാണ് അഖിൽ മാരാറിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതായത് വേറൊരു വ്യക്തിയുടെ അല്ല, അഖിൽ മാരാർ പറഞ്ഞത് അപ്ഡേഷനിൽ ഒരുപാട് മുമ്പിൽ മമ്മൂട്ടിയും അപ്ഡേഷനിൽ ഒരുപാട് പുറകിലാണ് മോഹൻലാൽ എന്നാണ്. പെട്ടെന്ന് തന്നെ മോഹൻലാൽ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. ഇവരൊക്കെ ഒരു 1 സെക്കിങ് ഓൾവേസ് സെക്കിങ് എന്ന് പറയുന്ന പോലെ പെട്ടെന്നാണ്. മോഹൻലാലൊക്കെ ഒരു ഒറ്റപ്പടം മതി. നേരം എന്ന് പറഞ്ഞൊരു സാധാ ഒരു 1 ടൈം വാച്ചുകളായിട്ട് എനിക്ക് നേരെ തോന്നിയൊരു സിനിമ. പക്ഷേ അത് ഗംഭീര കളക്ഷൻ കിട്ടിയില്ലേ. അതൊരു ഗംഭീര ഒരു സിനിമ വന്നാൽ കാട്ടുതീ പോലെ കളക്ഷനാകും, സംശയം വേണ്ട. അതായത് ഇവരെ രണ്ടുപേരെയും ബഹുമാനിച്ചുകൊണ്ടും അവർ നല്ല നല്ല പുത്തൻ സിനിമകൾ, പുത്തൻ പ്രമേയങ്ങൾ അടിസ്ഥാനമാക്കി സിനിമകൾ ചെയ്യട്ടെ. അഖിൽ മാരാർ പറഞ്ഞ പോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ അവർ തിരഞ്ഞെടുക്കട്ടെ. ഇനി അവർ ആരാണെന്ന് തെളിയിക്കേണ്ട ആവശ്യം, താരമാണെന്നുള്ളതൊന്നും തെളിയിക്കേണ്ട, നടനാണെന്ന് തെളിയിക്കേണ്ട ആവശ്യതയൊന്നും ഇനിയില്ല. ഇനിയും അവർക്കിഷ്ടമുള്ള നല്ല സെലക്ഷൻ അവർ ചെയ്യട്ടെ, കണ്ടുമടുത്ത പ്രമേയങ്ങൾ മാറ്റട്ടെ. അതാണ് ആസ്വാദകരും പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഓഫ്.